ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ റാപ്പർ വേഡിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബുധനാഴ്ച വൈകുന്നേരം പനമ്പിള്ളി നഗറിൽ നടത്തിയ പരിപാടിയുടെ പേരിൽ റാപ്പർ വേഡിന്റെ മാനേജർ വിഘ്നേഷ് ഉൾപ്പെടെ 100ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദില്ലിയിൽ പോയി സമരം ചെയ്ത വി.ഡി. സതീശന്റെ പോലീസ് കേരളത്തിൽ സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രൂക്ഷമായി വിമർശിച്ചു. നിതിൻ സേവ്യർ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് നിതിൻ. അനുമതിയില്ലാതെ പരിപാടി നടത്തി എന്നുള്ളതാണ് ഈ കേസ്. എന്തായാലും വലിയ പ്രതിഷേധം നടക്കുന്ന ദില്ലിയിൽ അവിടെ നടക്കുന്ന ആ ഒരു സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കൊച്ചിയിൽ പരിപാടി നടത്തിയത്. ആ പരിപാടിക്ക് വലിയ പിന്തുണ കിട്ടുകയും ചെയ്തതാണ്. പക്ഷേ പരിപാടിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് മറ്റൊരു പ്രതിഷേധത്തിന് കാരണമാകുന്നു അല്ലേ? തീർച്ചയായും ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് വേടൻ സംഘടിപ്പിച്ച ഒരു പരിപാടി പനമ്പള്ളി നഗറിൽ നടക്കുന്നത്. ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. ആ പരിപാടിയിലേക്ക് നിരവധി ആളുകൾ എത്തുകയും ചെയ്തിരുന്നു. സാംസ്കാരിക നായകർ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ, ഗായകർ, എഴുത്തുകാർ തുടങ്ങി നിരവധി ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വലിയ ആൾക്കൂട്ടം എത്തിയ ആ പരിപാടിയിൽ വലിയ തോതിൽ ഈ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് നടന്ന പരിപാടിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വേടന്റെ മാനേജർ വിഘ്നേഷും ഒപ്പം കണ്ടാലറിയുന്ന 99 പേർ അടക്കം 100 പേർക്കെതിരെയാണ് നിലവിൽ കൊച്ചി പോലീസ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിനെതിരെയാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇതിനെതിരെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ പോയി സമരം നടത്തിയ വി.ഡി. സതീശന്റെ പോലീസ് കേരളത്തിൽ സമരം നടത്തുന്നവർക്കെതിരെ കേസെടുക്കുന്നത് എങ്ങനെയാണ്, അത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റു പലരും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം രാത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിരുന്നു. പ്രധാനമായും ഡൽഹിയിൽ വലിയ തോതിലുള്ള സമരങ്ങൾ നടക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ന്യായമായി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടത്തുമ്പോൾ അതിനെ രാഹുൽ ഗാന്ധി അടക്കം പിന്തുണയ്ക്കുന്നു, കോൺഗ്രസ് അടക്കം പിന്തുണയ്ക്കുന്നു. അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അതേ കോൺഗ്രസ് ഭരിക്കുന്ന പോലീസിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കേസെടുക്കാനാകുന്നത് എന്നാണ് ആളുകൾ പ്രധാനമായും ചോദിക്കുന്നത്. ഇതിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. പ്രത്യേകിച്ച് പ്രതിഷേധ പരിപാടികളടക്കം ഒരുപക്ഷെ ഇതിനെതിരെ നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. പ്രധാനമായും CPM ആണ് ഇതിനെ ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്. കാരണം അവിടെ കോൺഗ്രസ് പിന്തുണ നൽകുമ്പോൾ ഇവിടെ കോൺഗ്രസ് കേസെടുക്കുന്നു. ആ വിരോധാഭാസം ആളുകൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട വേടന്റെ അടക്കം പ്രതികരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിരവധി ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സിനിമാ താരങ്ങൾ മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുത്തത്, സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തിരുന്നു, ഗായകർ പങ്കെടുത്തിരുന്നു, എഴുത്തുകാർ പങ്കെടുത്തിരുന്നു, കായിക താരങ്ങൾ പങ്കെടുത്തിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ പങ്കെടുത്തൊരു വലിയ ആൾക്കൂട്ടമുണ്ടായ ആളുകൾക്ക്, ഡൽഹിയിലെ ആളുകൾക്ക് എല്ലാവർക്കും ഡൽഹിയിൽ പോയി സമരം നടത്താനാവില്ല എന്നാണ് വേടൻ പറഞ്ഞത്. അവിടെയുള്ള ആളുകൾക്ക് എല്ലാവിധത്തിലുമുള്ള പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു, ഐക്യദാർഢ്യം അറിയിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും വലിയ ആൾക്കൂട്ടം എത്തിയ ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിക്കെതിരെയാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത്. അനുമതിയില്ലാതെ പരിപാടി നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പോലീസ് എന്ന പരിപാടി തടയുകയൊന്നും ചെയ്തിരുന്നില്ല. പോലീസിന്റെ കാവൽ, അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ പോലീസ് കാവലും ഈ പരിപാടിക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് തടയാത്ത പോലീസ് പിന്നീട് കേസെടുക്കുന്നതിന്റെ വിരോധാഭാസമാണ് ആളുകൾ പ്രധാനമായും ചോദിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് തന്നെ പിന്തുണ നൽകുന്ന ഒരു സമരത്തിന് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസ് കേസെടുക്കുന്നതിലും ആളുകൾക്ക് വലിയ അത്ഭുതം ഉണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് സംഘടിപ്പിച്ച വേടൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും വൈകാതെ തന്നെ പുറത്തു വരും എന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ, വ്യക്തമാണ്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.